വയനാട് കള്ളാടി പോളിടെക്നിക്കൽ മാറ്റിപ്പാർപ്പിച്ച തൊഴിലാളികളുടെ അവസ്ഥ കഴിഞ്ഞ 3 ദിവസമായി വളരെ ദയനീയമാണ്. ചെളിപുരണ്ട വസ്ത്രങ്ങളുമായി 3 ദിവസം കഴിയേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ വാക്കുകളിലേക്ക് പോകാം. വേറെ പ്രശ്നം കുറേ പ്രശ്നമുണ്ട്, അത് പറയണമെങ്കിലൊക്കെ ഉണ്ട്. നമ്മൾ വീടൊക്കെ ഇപ്പോൾ അവിടെ എടുക്കാൻ പറ്റില്ല, അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലത്തിലാണ് ഞങ്ങളുള്ളത്. മുണ്ട് കുട്ടികൾക്ക് ഡ്രസ്സ്, പെൺകുട്ടികൾക്ക് സാരി, നൈറ്റ് എന്തെങ്കിലും ഏർപ്പാട് ചെയ്ത് കൊടുക്കും. സോപ്പ്, ബ്രഷ് ഒന്നുമില്ല. ചില ആൾ പള്ളും തേച്ചില്ല, അതൊക്കെ എല്ലാം ഏർപ്പാട് ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ഇത്തരം ശബ്ദം കേരളം കേട്ടിട്ട് വർഷങ്ങളായി. കള്ളാടി ദുരന്ത മേഖലയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച പോളിടെക്നിക്കിൽ നിന്നും കേട്ട വാക്കുകളാണിവ. ക്യാമ്പിൽ വന്നിട്ട് 3 ദിവസമായി. ഇതുവരെ മാറാനുള്ള വസ്ത്രം പോലും ലഭിച്ചില്ല. വീട്ടിൽ പോകാൻ അനുവദിച്ചാൽ വസ്ത്രങ്ങൾ എടുത്ത് വരാമെന്ന് വരെ പറയുന്നത് ക്യാമ്പുകളിൽ കഴിയുന്നവരാണ്. ഡ്രസ്സ് ഒന്നും കൊടുത്തിട്ടില്ല, ഈ ഡ്രസ്സിൽ തന്നെ ഉണ്ട്. ആ വീഴ്ന്നിട്ടുള്ള പെൺകൾക്കും ഒന്നും കിട്ടിയിട്ടില്ല, രണ്ടാൾക്കും അവർ ഫുള്ള ചളിയാ, ഡ്രസ്സ് മൊത്തം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ എന്താ സ്ഥിതി, നമുക്ക് അങ്ങോട്ട് ഇവർ ഡ്രസ്സ് കാര്യം കൊടുത്തില്ലെന്നാലും കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ പോയി എടുത്തിട്ട് വരാനും ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമല്ല. അവിടെ റോഡ് വന്ന് ബ്ലാക്ക് ആയിക്കിന്, ആ ബ്ലാക്കും നമുക്ക് വണ്ടി പോകണം, എതൊക്കെ വേണ്ട. നമ്മൾ ഒരു ആൾ നടന്നു പോകാൻ ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ മതിയില്ല. വന്നിട്ട് പെണ്ണുങ്ങളൊക്കെ 3 ദിവസമായി കുളിച്ചിട്ടില്ല. ഇത് മറച്ചുവെക്കാൻ ക്യാമ്പ് നടത്തുന്നവരും ശ്രമിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് ക്യാമ്പിനുള്ളിൽ പ്രവേശനം അനുവദിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ലെന്ന് വ്യക്തം. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം വയനാട് നിന്നും PV ജോഷില.